അപ്പം അങ്ങനെ വ്യാസനോട് വിചിത്രവീര്യൻ്റെ ഭാര്യമാരായ അംബികയിലും അംബാലികയിലും പുത്രോത്പാദനം നടത്താൻ സത്യവതി പറഞ്ഞപ്പോൾ 1 വർഷം കാത്തിരിക്കാൻ പറഞ്ഞു, വ്രതം എടുത്ത്. പറ്റില്ല, ഉടനെ വേണം. അങ്ങനെയാണെങ്കിൽ എൻ്റെ ശരീരത്തിൻ്റെ ഗന്ധം, ദുർഗന്ധം, വൈരൂപ്യം അതൊക്കെ അവർ സഹിക്കണം, അതൊക്കെ ശരിയാക്കാം എന്ന് പറഞ്ഞ് സത്യവതി ആദ്യം അംബികയെ വിളിച്ചു. അംബികയെ വിളിച്ചിട്ട് വിവരം പറഞ്ഞു, വംശം നശിച്ചു പോവും, അതുകൊണ്ട് സന്താനം ഉണ്ടാവണമെങ്കിൽ ഒരാൾ നിൻ്റെ മുറിയിൽ വരും, അയാളായിട്ട് സഹകരിക്കണം എന്ന് സിനിമയിൽ പറഞ്ഞ മാതിരി സഹകരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അംബിക യോഗ്യനായിട്ടൊരാൾ വരുന്ന വിചാരിച്ച് നല്ല സാരി കൊടുത്ത് സെൻറ്റൊക്കെ പൂശി അല്ലെങ്കിൽ എന്താ സ്പ്രേ ഒക്കെ അടിച്ച് നല്ല വിളക്കൊക്കെ കൊളുത്തി വെച്ച് ബെഡ്റൂമൊക്കെ ഗംഭീരമായിട്ട് അലങ്കരിച്ചു. അപ്പോൾ അംബികയുടെ മനസ്സിലെന്തായിരുന്നു വെച്ചാൽ, കണ്ണപ്പനുണ്ണി സിനിമയിൽ പഞ്ചവർണ്ണ കിളിവാലൻ തളിർവെറ്റില തിന്നിട്ടോ തമ്പുരാട്ടി ചുണ്ടുരണ്ടും ചൊവ്വന്നല്ലോ കെള്ളനാകും കാമദേവൻ വില്ലെടുത്തു തൊടുത്തപ്പോൾ മുല്ലമലരമ്പു കൊണ്ടൻ ചുണ്ടു ചുവന്നു. അങ്ങനെ പഞ്ചവർണ്ണ കിളിവാലൻ എന്ന് അവിടെ നസീർ സാർ പറഞ്ഞ മാതിരി ഒരു മഹായോഗ്യൻ വരുന്ന് വിചാരിച്ചിട്ടാണ് അംബിക അവിടെ ഇങ്ങനെ ഇരുന്നത്. ആളെ കണ്ടപ്പോൾ അംബിക ഞെട്ടിപ്പോയി. വിരൂപൻ, ജഡിലൻ, ജട പിടിച്ചവൻ, നാറുന്നവൻ, ആകെ വൃത്തിയായിട്ടൊരു മനുഷ്യൻ വന്നു. സംഗതി യോഗ്യം വ്യാസന വരണ, പക്ഷെ അദ്ദേഹത്തിൻ്റെ രൂപം എങ്ങനെയാ? ഇതൊക്കെ കണ്ടപ്പോൾ അംബിക കണ്ണടച്ചു. എന്തെങ്കിലും ചെയ്തോട്ടെ എന്ന് വെച്ച് കണ്ണടച്ചു. ക്രീഡാ സമയത്ത് പോലും വ്യാസൻ്റെ മുഖത്ത് നോക്കുകയുണ്ടായില്ല. വ്യാസൻ സംഭവം കഴിഞ്ഞ് പുറത്തു വന്നു. അപ്പോൾ സത്യവതി ചോദിച്ചു, എങ്ങനെയുണ്ടായിരുന്നു മോനെ? നന്നായി. 10,000 ആനയുടെ ബലമുള്ള മകൻ ജനിക്കും. ആർക്ക്? അംബികയ്ക്ക്. പക്ഷെ എന്നെ കണ്ടപ്പോൾ അവൾ കണ്ണടച്ചു. കണ്ണടച്ചുകൊണ്ട് ജനിക്കണോ കുരുടനാവും, അന്ധനാവും എന്ന് പറയും. അയ്യോ, ഈ കണ്ട പുലിവാല മുഴുവൻ ഉണ്ടാക്കിയിട്ട് കുരുടനോ? അപ്പോൾ എന്നാൽ അവർ കാര്യം ചെയ്യാം, അടുത്ത ആളുണ്ട് അംബാലിക, ആയിക്കോട്ടെ എന്ന് പറഞ്ഞു വ്യാസൻ. അപ്പോൾ അംബാലികയോട് പറഞ്ഞു, അങ്ങനെ ഒരാൾ വരും അത്ര. അപ്പോൾ അംബാലികയും ഈ പഞ്ചവർണ്ണ കിളിവാലൻ ആലോചിച്ചിങ്ങനെ ഇരിക്കുക. ഇപ്പോൾ വന്നപ്പോൾ വ്യാസന വിരൂപൻ, ജഡിലൻ, മുണ്ടി, സുഗന്ധേതര ഗന്ധൻ എന്നാണ് സംസ്കൃതത്തിലെ പ്രയോഗം. നാറ്റം. അംബികയുടെ മാതിരി കണ്ണടച്ചില്ല. ഈ വ്യാസൻ്റെ രൂപം കണ്ടപ്പോൾ വിളറി അംബാലിക. അംബിക കണ്ണടച്ചു, അംബാലിക വിളറി. വ്യാസൻ സംഭവം കഴിഞ്ഞ് അദ്ദേഹം പുറത്തേക്ക് പോയി. അപ്പോഴും സത്യവതി ചോദിച്ചു, മക്കളുണ്ടാവില്ലേ? മക്കളുണ്ടാവും, നല്ല മകനുണ്ടാവും. പക്ഷേ അംബാലിക എന്നെ കണ്ടപ്പോൾ വിളറി, അതുകൊണ്ട് ജനിക്കണ ചെക്കൻ പാണ്ഡുലോനാവും, പാണ്ഡുവാവും എന്ന് പറഞ്ഞു. അയ്യോ, ഒരുത്തൻ അന്ധാൻ, പിന്നത്തെ ഒരുത്തൻ പാണ്ഡു. ശരി, ഒരു പ്രാവശ്യം കൂടിയും സഹകരിക്കാൻ പറഞ്ഞു. ആര്? സത്യവതി അംബികയോട്. ഒരു പ്രാവശ്യം കൂടിയും മര്യാദയ്ക്ക് മുന്നിയായിട്ടൊന്ന് ആവാം എന്ന് പറഞ്ഞു. പക്ഷെ അംബികയ്ക്ക് ഇഷ്ടമായില്ല. അംബിക അവരുടെ ദാസിയായൊരു ശൂദ്ര സ്ത്രീയെ കണ്ട. ആ സ്ത്രീ നല്ല സുന്ദരിയാണ്, അംബികയുടെ ദാസിയാണ്. നല്ല പണ്ടങ്ങളൊക്കെ അണിയിച്ച്, എവിടെ പോയിട്ടാ സ്വർണം മേടിച്ചതിന് ശരിയാട്ടോ, എവിടെയായാലും നല്ല സ്വർണ്ണപ്പണ്ടൊക്കെ അണിയിച്ച് അങ്ങോട്ട് വിട്ടു. വ്യാസൻ്റെ ഈ നാറ്റവും ഈ വൈരൂപ്യമൊക്കെ സഹിച്ച് ആ സ്ത്രീ വ്യാസനെ ശരിക്കും അങ്ങോട്ട് സുഖിപ്പിച്ചു. അങ്ങനെ ആ സംഭവം കഴിഞ്ഞ് വ്യാസൻ പുറത്തു വന്നു. അപ്പോൾ വ്യാസൻ പറഞ്ഞു, അതിയോഗ്യനായിട്ടൊരു പുത്രൻ ഈ ദാസിയിലുണ്ടാവും. കാരണം അവൾ എൻ്റെ ഈ വൈരൂപ്യവും ഈ നാറ്റമൊക്കെ സഹിച്ച് എന്നോട് വളരെ സഹകരിച്ചു. അങ്ങനെ അംബികയ്ക്കുണ്ടായ മകനാണ് അന്ധനായ ധൃതരാഷ്ട്രൻ. അംബാലികയ്ക്കുണ്ടായ മകനാണ് പാണ്ഡു, വിളറിയ പാണ്ഡു. അംബിക വിളറിയല്ലോ, അംബാലിക വ്യാസനെ കണ്ടു. ദാസിക്കുണ്ടായ, അതായത് അംബികയുടെ ദാസിയായ ശൂദ്ര സ്ത്രീക്കുണ്ടായ മകനാണ് വിതുരൻ. അതാണ് ധർമ്മിഷ്ഠൻ. അപ്പോൾ ഇപ്പം എന്തായി? സത്യവതിയുടെ ആദ്യത്തെ ഭർത്താവായ ലിവിങ് ടുഗദറുകാരനായ പരാശരനിലുള്ള മകൻ വ്യാസൻ, സത്യവതിയുടെ രണ്ടാമത്തെ ഭർത്താവായ ശന്തനുവിൻ്റെ മകൻ ചിത്രാംഗതം മരിച്ചുപോയി. വിചിത്രവീര്യൻ്റെ ഭാര്യമാരായ അംബികയിലും അംബാലികയിലും വിചിത്രവീര്യൻ മരിച്ചുപോയി. സത്യവതിയുടെ ആദ്യത്തെ ഭർത്താവിലുള്ള മകൻ വ്യാസൻ സന്താനോൽപാദനം ചെയ്തു. ആരാണപ്പോൾ ജനിച്ചത്? ഒരാൾ അന്ധനായിട്ട് ജനിച്ചു. 10,000 ആനയുടെ ബലം ഉണ്ട്, അത് ശരിയാണ്, ധൃതരാഷ്ട്രനാണ്. പിന്നെ ജനിച്ച ആൾ പാണ്ഡു, അത് വിളറി. പിന്നെ ജനിച്ച ആൾ വിതുരൻ. ഈ വിതുരൻ്റെ പിന്നിൽ, ജനനത്തിൻ്റെ പിന്നിൽ ഈ മഹാഭാരതത്തിലെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അതിലെ എല്ലാ ക്യാരക്ടേഴ്സും
ഒട്ടുമിക്ക ക്യാരക്ടേഴ്സും ഒക്കെ ദേവന്മാരും അസുരന്മാരും ഭൂമിയിൽ വന്ന് പിറന്നതാണ്. അതിൻ്റെ കാരണം നമ്മൾ ചെറുതായിട്ടൊന്ന് കണ്ടു, അത് ഇനി വിശദമായിട്ട് പറയാം. അതായത് കാർത്തവീര്യാർജുനൻ പരശുരാമൻ കാർത്തവീര്യാർജുനൻ്റെ 1000 കൈകൾ അരിയുകയും അവരുടെ ദേഷ്യം തീരാതെ ക്ഷത്രിയന്മാരെ മുഴുവൻ കൊല്ലുകയും ചെയ്തു. അപ്പോൾ ക്ഷത്രിയ സ്ത്രീകൾ ബ്രാഹ്മണരിൽ നിന്ന് പുത്രോത്പാദനം നടത്തി പിന്നെ രാജ്യം ഭരിക്കുകയാണ്. പിന്നെ വേറെ കഥയുണ്ട്, അത് പിന്നെ പറയാം, അത് വരും, വഴിയിൽ വരും. അപ്പോൾ ഇങ്ങനെ വിതുരൻ ജനിക്കാൻ എന്താണ് കാരണം? വിതുരൻ എന്ന് പറഞ്ഞാൽ യമധർമ്മൻ്റെ പുനർജന്മ. ധർമ്മരാജാവ് യമനാണ് ശരിക്കും, അദ്ദേഹത്തിൻ്റെ പുനർജന്മമാണ്. അതിനൊരു കാരണമുണ്ട്. യമധർമ്മൻ ഈ ശൂദ്രസ്ത്രീയുടെ മകനായിട്ടാണ് ജനിച്ചത്. അംബികയുടെ തോഴിയുടെ മകനായിട്ട് വ്യാസനിൽ നിന്ന് ജനിച്ച യമധർമ്മൻ്റെ അംശമാണ് വിതുരൻ. അതിന് കാരണം എന്താ വെച്ചാൽ മാണ്ഡവ്യൻ എന്ന് പറഞ്ഞിട്ടൊരു മുനി ഉണ്ടായിരുന്നു, മാണ്ഡവ്യൻ. ഈ മാണ്ഡവ്യൻ തൻ്റെ ആശ്രമത്തിൻ്റെ പരിസരത്ത് 2 കൈയും പൊക്കി മേപ്പിട്ട് പൊക്കിയിരുന്ന് തപസ് ചെയ്യുക. കയ്യും മേപ്പിട്ട് 2 കൈ ഇങ്ങനെ മേപ്പിട്ട് പൊക്കി തപസ് ചെയ്യുക. അപ്പോൾ കുറേ കള്ളന്മാർ കട്ട മുതലും കൊണ്ട് അവിടെ വന്നു. അപ്പോൾ ഇവർ നോക്കിയപ്പോൾ ഇയാളിവിടെ 2 കൈയും പൊക്കി തപസ് ചെയ്യണം, ഇയാളുടെ ആശ്രമത്തിൽ ആരുമില്ല, നമുക്ക് ഈ ആശ്രമം ഉപയോഗിക്കാമെന്ന് പറഞ്ഞിട്ട് ഈ കട്ട മുതലൊക്കെ അവിടെ ഒളിച്ചു വെച്ച് ഇവർ അതിൽ ഒളിച്ചിരുന്നു. അപ്പോൾ ആരും വരില്ലല്ലോ, ആശ്രമമല്ലേ. പക്ഷെ അതിൻ്റെ പിന്നാലെ രക്ഷികൾ വന്നിരുന്നു. രക്ഷി എന്ന് പറഞ്ഞാൽ പഴയ കാലത്തെ പോലീസുകാർ, യക്ഷിയല്ല കേട്ടോ, രക്ഷികൾ. ഇപ്പോഴത്തെ പോലീസുകാരുടെ കൂട്ടത്തിലാണോ അവരെന്നറിയില്ല. രക്ഷികൾ ഈ കള്ളന്മാരെ അന്വേഷിച്ച് പിന്നാലെ വന്നപ്പോൾ ഈ മുനി അവിടെ ഇരിക്കുന്നുണ്ട്. അതെ, ഇതിലെ കള്ളന്മാർ പോണ കണ്ട് മുനി ഒരു അക്ഷരം മിണ്ടിയില്ല. കാരണം അദ്ദേഹം തപസ്സാണ്, 2 കൈയും എവിടെ പോയിട്ടാണ് തപസ്. പിന്നെയും ചോദിച്ചു, ഒരു 3-4 പ്രാവശ്യം ചോദ്യം ചെയ്തു. അതെ, ഇപ്പോഴത്തെ ഭാഷയിൽ പറഞ്ഞാൽ തപസ് ചെയ്തിരിക്കുന്ന മുനിയെ രക്ഷികൾ, അന്നത്തെ പോലീസുകാർ ചോദ്യം ചെയ്തിട്ട് ഒരക്ഷരം മിണ്ടിയില്ല. അവിടെ ഒരു കാര്യം ചെയ്യുക, നമുക്ക് ഇദ്ദേഹത്തിൻ്റെ ആശ്രമം ഒന്ന് തപ്പാം. അതുകൊണ്ട് ഇവർ ആശ്രമത്തിൽ കയറിയപ്പോൾ ഈ കള്ളന്മാരെ അതിൻ്റെ ഉള്ളിൽ ഒളിച്ചിരിക്കുന്നുണ്ട്. ഈ മുതലുണ്ട് പിടിച്ചപ്പോൾ മുനിയൊന്നും മിണ്ടിയില്ലല്ലോ. മുനിയുടെ ഒത്താശയോട് കൂടിയിട്ടാണ് ഈ കളവ് നടന്നേ എന്ന് അവരതിൽ നിന്ന് ഊഹിച്ചു, ഇൻഫർ ചെയ്തു. മുനിയും കൂടി പിടിച്ചു. മുനിയും കള്ളന്മാരെയും കൊണ്ട് രാജാവിൻ്റെ അടുത്തേക്ക് പോയി. രാജാവ് പറഞ്ഞു, ഒക്കേത്തിനെ ശൂലത്തമ്മ കയറ്റാന്ന് പറഞ്ഞു. കള്ളന്മാരെ ശൂലത്തമ്മ കയറ്റുക. മുനിയ ഇനിയൊന്നുമില്ല, അവരെയൊക്കെ ശൂലത്തമ്മ കയറ്റാൻ പറഞ്ഞു. സർവരെയും ശൂലത്തമ്മ കയറ്റി. ശൂലത്തമ്മ കയറ്റി വെച്ചാൽ മുഹൂർത്തെ ശൂലം കയറ്റി അവിടെ നിർത്തി. ഒരു നിവൃത്തിയിൽ ഈ മഹർഷി മരിക്കുന്നില്ല. മാണ്ഡവ്യൻ എന്ന മഹർഷി അദ്ദേഹത്തിൻ്റെ തപസ്സിൻ്റെ ശക്തി കൊണ്ട് മരിക്കുന്നില്ല എന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ ബലം കൊണ്ട് അദ്ദേഹത്തിൻ്റെ ചിന്തകൾ ഇങ്ങനെ 4 പാടും വ്യാപിക്കാൻ തുടങ്ങിയിട്ട് വേറെ കുറേ മുനിമാരവിടെ വന്നു. ആ മുനിമാർ വന്നത് മനുഷ്യവേഷത്തിലല്ല, പക്ഷികളുടെ വേഷത്തിൽ കുറേ മുനിമാർ ഈ മാണ്ഡവ്യനെ ശൂലത്തമ്മ കയറ്റിയ സ്ഥലത്ത് വന്നു. എന്താ അങ്ങേക്ക് പറ്റിയേ? അതെ, എന്നോട് ആരും ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല, ഇതെൻ്റെ വിധിയാണ് എന്ന് പറഞ്ഞ് മാണ്ഡവ്യൻ അവരൊക്കെ പോയിപ്പോൾ രാജാവ് വിവരം അറിഞ്ഞു. ഒരു മുനി നിരപരാധിയായ ഒരു മുനിയെ നിരപരാധി അദ്ദേഹം തപസ് ചെയ്യണോണ്ട് ഒന്നും പറയാതിരുന്നതാ. വലിയ കഷ്ടമുണ്ട്. രാജാവ് ഓടിയൊന്ന് അങ്ങ് ക്ഷമിക്കണം, എനിക്ക് അബദ്ധം പറ്റിയതാണ്, ശപിക്കരുത്, ശിക്ഷിക്കരുത്, ആദ്യം എന്നെ ഇവിടുന്ന് ഇറക്കൂ എന്ന് പറഞ്ഞു. ശൂലത്തുമെന്ന് ഇറക്കി വെച്ചാൽ ശൂലം ഊരാൻ കിട്ടുന്നില്ല അദ്ദേഹത്തുനിന്ന്. ഇങ്ങനെ വലിച്ച് ശൂലം ഊരാൻ കിട്ടുന്നില്ല. അപ്പോൾ എന്ത് ചോദിച്ചാൽ എവിടെ ശൂലം കുറച്ച് അകത്തേക്കും കുറേ പുറത്തേക്കും ഉണ്ടല്ലോ, എവിടം വരെ പുറത്തേക്ക് കാണാം അവിടെ വെച്ച് പറ്റിയിട്ട് മുറിച്ചു. അപ്പോൾ കുറച്ച് ശൂലം അദ്ദേഹത്തിൻ്റെ ശരീരത്തിൻ്റെ ഉള്ളില. അപ്പോൾ നമ്മുടെ ഒരു നേതാവ് വെടിയുണ്ട ശരീരത്തിലായിട്ട് നടക്കുന്നുണ്ട്. അതുപോലെ ഈ മാണ്ഡവ്യൻ എന്ന മുനി ഈ ശൂലത്തിൻ്റെ ഭാഗം ശരീരത്തിൽ വെച്ച് നടക്കാൻ തുടങ്ങി. അന്ന് മുതൽക്ക് അദ്ദേഹത്തിന് അണിമാണ്ഡവ്യൻ എന്ന പേര് വന്നു. ശൂലം ഉള്ളിൽ ശൂലുണ്ട്, മറ്റേ അടിപറ്റ മുറിച്ച് മാറ്റി. അപ്പോൾ അദ്ദേഹത്തിന് നടക്കാൻ മരിക്കില്ല, തപശക്തി കൊണ്ട് മരിക്കില്ല. പിന്നെയും തപസ് ചെയ്ത് കുറേ തപസ് ഒക്കെ സമ്പാദിച്ച് അദ്ദേഹം യഥാകാലം മരിച്ചു. എപ്പോഴേലും ഒരിക്കൽ മരിക്കണല്ലോ. മരിച്ചു അദ്ദേഹം യമലോകത്തിൽ വന്നു. പരലോകത്തിൽ വന്നപ്പോൾ അദ്ദേഹം യമധർമ്മൻ്റെ രാജാവ് അദ്ദേഹത്തിനോട് ചോദിച്ചു, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ്, ഞാൻ അറിഞ്ഞുകൊണ്ട് ആർക്കും ഒരു തെറ്റും ഇപ്പം ചെയ്തിട്ടില്ല, എന്ത് തെറ്റ് ചെയ്തിട്ടാണ് എനിക്ക് ഇത്ര കഠിനമായൊരു ശിക്ഷ ലഭിച്ചത്, ശൂലത്തമ്മ കയറ്റിയതെന്ന് ചോദിച്ചു. അത് അങ്ങ് കുട്ടിക്കാലത്ത് പക്ഷികളെ പിടിച്ചിട്ട് ഈഷികപ്പുല്ല് ഇങ്ങനെ കോർത്തിട്ട് അവറ്റേ ഇങ്ങനെ ദ്രോഹിച്ചിട്ടുണ്ട്, അതിൻ്റെ ശിക്ഷ അതെന്ന്. അപ്പോൾ അവിടെ ഈഷികപ്പുല്ല് കോർത്തു, അതിൻ്റെ ശിക്ഷ യമധർമ്മം പറഞ്ഞു.